നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് കഴിഞ്ഞ കുറച്ച് സീരീസുകളായിട്ട് നോക്കി വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ സക്സസ്ഫുൾ ആയുള്ള ലീഡേഴ്സ് അവരുണ്ടാക്കിയെടുത്ത ക്വാളിറ്റീസുകളാണ്. അവർക്ക് സക്സസ് ആവാൻ സഹായിച്ച ക്വാളിറ്റീസുകളാണ്. അപ്പോ നമ്മൾ ആലോചിക്കേണ്ടത്, നമുക്കും ഇത്തരം ക്വാളിറ്റീസുകൾ ഉണ്ടായാൽ നമുക്കും പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് സക്സസ് ആവാൻ പറ്റൂലേ? അപ്പൊ ക്വാളിറ്റീസുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. എല്ലാം തന്നെ ലേണബിൾ സ്കില്ലുകളാണ്. ഞാൻ എന്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ, ഇതുവരെ ഞാൻ പറഞ്ഞ സീരീസിൽ പറഞ്ഞ എല്ലാ ക്വാളിറ്റീസുകളും നിങ്ങൾക്ക് ലേണബിൾ സ്കില്ലാണ്. പഠിച്ച് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന സ്കില്ലുകളാണ് എല്ലാം തന്നെ. പക്ഷെ അതിനുവേണ്ടി ഒന്ന് മനസ്സ് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്ന ക്വാളിറ്റി, 15ാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് ബിൽഡിംഗ് ആൻഡ് നർച്ചറിങ് റിലേഷൻഷിപ്സ്. ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുകയും പരിപാലിക്കുകയും ചെയ്യുക. ബിസിനസ് എന്ന് പറയുന്നത് തന്നെ ബന്ധങ്ങളുടെ ഒരു കൂട്ടായ്മ, ബന്ധങ്ങളുടെ ഒരു വലയമാണ്. ബിസിനസ് എന്നാൽ തന്നെ ബന്ധങ്ങളാണ്. അവ നന്നായിട്ട് കെട്ടിപ്പടുക്കുകയും വേണം, അതിനെ നന്നായിട്ട് പരിപാലിക്കുകയും വേണം. അത് നന്നായിട്ട് കെട്ടിപ്പടുക്കുകയും പരിപാലിക്കുകയും ചെയ്യാൻ പറ്റിയാൽ തന്നെ നമ്മളെ സംബന്ധിച്ച് ബിസിനസ് വളരെ രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യും. അപ്പോ നമുക്കറിയാം, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് എന്ന് പറയുന്നത് ഒരുപാട് കുടുംബങ്ങളുടെ ആളുകളുമായി നമ്മൾ ഇടപഴകുന്ന ഒരു സിസ്റ്റമാണ് അല്ലെ. ഈ ഇൻഡസ്ട്രിയിലേക്ക് എന്റെ കുടുംബത്തിലെ ആളുകൾ മാത്രമല്ലല്ലോ വരുന്നത്. പല കുടുംബങ്ങളിൽ, പല മേഖലയിൽ വളർന്നവര്, പല തലങ്ങളിൽ, പല അന്തരീക്ഷങ്ങളിൽ വളർന്നവര്, പല സ്വഭാവ വിശേഷങ്ങളുള്ളവര്, പല മതവിശ്വാസങ്ങളുള്ളവര്, എല്ലാവരും വന്ന് ഒരുമിച്ച് കൂടിച്ചേരുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. മോശം ബന്ധങ്ങൾ ഉള്ളിടത്ത് ഒരിക്കലും തന്നെ ഒരു വളർച്ച ഉണ്ടാവില്ല. ശരിയല്ലേ? അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ മോശം ബന്ധങ്ങളോടത്ത് നമുക്ക് എങ്ങനെ ബിസിനസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? അപ്പൊ നല്ല ബന്ധങ്ങൾ ഉള്ളിടത്ത് മാത്രമേ നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റൂ. അപ്പോ നമ്മൾ ഈ ഒരു കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു കാര്യമാണ്, ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ്, സാറേ എനിക്ക് സ്വാഭാവികമായിട്ടുള്ള ബന്ധങ്ങളൊന്നും ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു കഴിവില്ലല്ലോ സാറേ, എനിക്കതൊന്നും അങ്ങോട്ട് വരുന്നില്ലല്ലോ, എന്താ അപ്പൊ അതിനു വേണ്ടി ചെയ്യാ എന്നുള്ള രീതിയിലൊക്കെ ഒരു പലപ്പോഴും പല ആളുകളും ഒരു എനിക്ക് അങ്ങനെ അതിനുള്ള കഴിവൊന്നുമില്ല സാറേ, ബന്ധങ്ങളൊന്നും ഉണ്ടാക്കിയെടുക്കാനുള്ള കഴിവൊന്നുമില്ല സാറേ, ഞാനിപ്പോ എന്നിട്ട് ചെയ്യാന്നുള്ള ഇതിലൊക്കെ പലപ്പോഴും ആളുകൾ ചിന്തിക്കാറുണ്ട്. വളരെ രഹസ്യമായിട്ടുള്ള അല്ലെങ്കിൽ രസകരമായിട്ടുള്ള ഒരു ചെറിയൊരു കാര്യം പറയട്ടെ. നമുക്ക് ബന്ധങ്ങളെ സൃഷ്ടിക്കാനുള്ള കഴിവ് എന്ന് പറയുന്നത് പഠിച്ചെടുക്കാൻ പറ്റില്ല, ലേണബിൾ സ്കില്ലാണ്. പഠിച്ചെടുക്കാൻ നമ്മളൊന്ന് തയ്യാറായാൽ മതി, അതിനുവേണ്ടി ഒന്ന് കുറച്ച് എഫോർട്ട് ഇട്ടാൽ മതി. അപ്പൊ ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ടിപ്പുകൾ പറഞ്ഞുതരാം. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതൊന്ന് ചെറിയൊന്ന് ശ്രദ്ധിക്കാൻ നോക്ക്. ബാക്കി പിന്നെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ തുടക്കത്തിൽ എന്ന രീതിയിൽ, ബേസിക് എന്ന രീതിയിൽ നിങ്ങൾ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ അതൊക്കെ എന്താണെന്ന്. ഒന്നാമത്തതാണ്, ആളുകളുമായിട്ട് യാതൊരുവിധ ഈഗോ ഇല്ലാതെ പെരുമാറാൻ ശ്രമിക്കുക. ഒരു ഈഗോയും ഇല്ല നമുക്ക് ആരുമായിട്ട്. നമ്മുടെ കൂട്ടത്തിൽ വരുന്ന നമ്മുടെ ടീംമേറ്റ്സ് എല്ലാവരും തന്നെ, എല്ലാവർക്കും അവരുടേതായ പല രീതിയിലുള്ള കഴിവുകളുണ്ടാവും അല്ലെ. അവരുടെ കഴിവുകളെ അഭിനന്ദിക്കാൻ, അവർക്ക് വേണ്ട ആ കഴിവുകൾക്ക് വേണ്ട ആദരവ് കൊടുക്കാൻ ഒരു മടിയും കാണിക്കാതിരിക്കുക. ആദ്യം ചെയ്യേണ്ട കാര്യം, ഒരു തരത്തിലുള്ള മടി നിങ്ങൾ കാണിക്കണം. അവർക്ക് ചിലപ്പോൾ ചെറിയൊരു കഴിവായിരിക്കും, ആ ചെറിയ കഴിവിനെ പോലും പ്രശംസിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. എന്റെ അപ്ലൈൻ ലീഡേഴ്സ് ഒക്കെ പറയും, നമ്മുടെ കൂട്ടത്തിൽ വന്ന ആളുകൾക്ക് ചിലപ്പോ ഒരു 99 പോരായ്മകൾ ഉണ്ടാവാം, പക്ഷെ ഒരു ഗുണം ഉണ്ടാവും അവർക്ക്, അല്ലെങ്കിൽ ഒരു ഗുണം ഉണ്ടാവും. ആ ഒരു ഗുണത്തിനെ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ആ ഒരു ഗുണത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ട ആദരവുകളും അവരെ വേണ്ട എൻകറേജും നമ്മൾ കൊടുക്കാൻ തയ്യാറാവും. നല്ല ബന്ധങ്ങൾക്ക് അത് കാരണമാകും. നമ്മൾ അത് ചെയ്യുന്നതിലൂടെ എന്തുണ്ടാവാന്നറിയോ, ഇവർ ഓട്ടോമാറ്റിക്കലി ഇവരുടെ കഴിവ് അവരുടെ കൂടാൻ തുടങ്ങും. ആ കഴിവ് കൂടുന്നതിന്റെ ഭാഗമായിട്ട് അവരെ 99 കുറവുകളും കുറഞ്ഞു 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 വന്ന് വരും. ഒരു ദിവസം ഒറ്റ കുറവില്ലാത്ത രീതിയിലേക്ക് അവർ മാറും. അതിനുള്ള സിറ്റുവേഷൻസ് വരും. ഓക്കെ. അപ്പൊ അതാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് വളരെ എളുപ്പമുള്ള കാര്യമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചെയ്യാവുന്ന കാര്യമില്ല. പക്ഷെ ഇത് ചെയ്യണമെങ്കിൽ എന്തുണ്ടാവണം, നമുക്ക് നമ്മുടെ ഈഗോ എന്ന് പറയുന്ന സാധനത്തിന് നമുക്ക് മാറ്റി വയ്ക്കാൻ. കാരണം എന്താ, നമ്മളുടെ തലയിൽ ഈഗോ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി
നമുക്ക് അവരോട് ഇപ്പൊ അത് പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഇത്രയ്ക്ക് പഠിച്ച ആള്, അവൻ അത്രയ്ക്കൊന്നും പഠിച്ചിട്ടില്ല, അവരോട് ഇപ്പൊ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെയൊക്കെയുള്ള പല പല തോന്നലുകൾ നിങ്ങൾക്ക് വരാം. ഈഗോ ഇല്ലാത്തവര് എല്ലാവരോടും ഒരുപോലെ പെരുമാറാൻ ശ്രമിക്കും. അപ്പൊ ഈഗോ ഇല്ലാത്തവരായിട്ട് മാറാം. ഓക്കെ. അതുപോലെ തന്നെയാണ് അവരുടെ ഫാമിലി കാര്യങ്ങളിൽ കൂടുതൽ അങ്ങോട്ട് ഇടപെടാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഒരു റിലേഷൻ എന്ന് പറയുമ്പോൾ അതൊരു ബിസിനസ് റിലേഷൻ മാത്രമായിട്ട് വെക്കാൻ നോക്കാം. മറ്റുള്ള തരത്തിലുള്ള റിലേഷൻഷിപ്പിലേക്ക് പോവാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക, അതിനുവേണ്ടി ശ്രമിക്കുക എന്നതാണ് അടുത്തായിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ പണം ഇടപാടുകൾ എന്ന് പറയുന്നത് ബന്ധങ്ങളെ നശിപ്പിക്കുന്നതാ അല്ലെ. എത്ര വലിയ കൂട്ടുകാരാണെങ്കിലും ശരി, എത്ര വലിയ ബന്ധുക്കാരാണെങ്കിലും ശരി, ഒരു പണത്തിന്റെ കേസിൽ പല ബന്ധങ്ങളും മുറിഞ്ഞു പോയിട്ടുള്ള കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ പണമിടപാടുകൾ പരമാവധി ഇല്ലാതാക്കുക എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇല്ലാണ്ടാക്കി അത്ര നല്ലത്. ഇനി പറ്റുന്നില്ലെങ്കിൽ പരമാവധി അതിന്റെ ആ ഒരു റേഷ്യോ ഒന്ന് കുറച്ചാൽ തന്നെ നല്ല ബന്ധങ്ങൾ നിങ്ങൾക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. അപ്പൊ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. കടം കൊടുക്കുക, മറ്റു കാര്യങ്ങള് അല്ലെ, ഇതൊക്കെ നമ്മളൊന്ന് പരമാവധി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യങ്ങളെക്കാൾ കൂടുതൽ ടീമിന്റെ താല്പര്യങ്ങൾക്ക് പരിഗണന കൊടുക്കുക. ടീമിന്റെ താല്പര്യത്തിന് വേണ്ടി ഒരു പരിഗണന നമ്മൾ എപ്പോഴും കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ. പിന്നെ ഒരു കാര്യമാണ്, നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്ന കുറച്ച് മൂല്യങ്ങളിൽ അടുത്തൊരു മൂല്യമാണ് ആകർഷക വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം ചെയ്യുക. എല്ലാവരോടും നന്ദിയുള്ളവനായിട്ടുക. ഗ്രാറ്റിറ്റ്യൂഡ് ഓഫ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എല്ലാവരോടും നന്ദിയുള്ള ഒരു മനോഭാവം സൃഷ്ടിക്കുക. എല്ലാവരോടും നന്ദി പറയും. നമുക്ക് ചിലപ്പോ ഒരു ഗ്ലാസ് വെള്ളം തന്ന ആളായിരിക്കും, ആ ഒരു ഗ്ലാസ് വെള്ളം തന്ന ആൾക്കാര് നന്ദി പറയും. ചിലപ്പോ നമ്മുടെ പേന നിലത്ത് വീണു, ആ പേന എടുത്തു തന്ന ആളായിരിക്കും താങ്ക് യു. ആ ഒരു താങ്ക് യു എന്ന് പറയുന്ന ആ വാക്ക് പറയാൻ നമ്മൾ തയ്യാറാവും. എല്ലാവരോടും നന്ദി പറയാം, സ്നേഹത്തോടെ നന്ദി പറയാം. പിന്നെ നമ്മളുടെ കാര്യം ടീമിലായിക്കോട്ടെ മറ്റു സ്ഥലങ്ങളിലായിക്കോട്ടെ പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. നമ്മൾ ഒരിക്കലും തന്നെ പ്രോബ്ലം ക്രിയേറ്റർ ആവരുത്, പ്രോബ്ലം സോൾവർ ആവരുത്. ഒരു പ്രോബ്ലം സോൾവർ ആവാൻ ശ്രമിച്ചു നോക്കി, ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് നല്ല ബന്ധങ്ങളുണ്ടാവും. അപ്പൊ പ്രോബ്ലം സോൾവർ ആയിട്ട് മാറാൻ പരമാവധി നമ്മൾ എഫേർട്ട് എടുക്കുക. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ വാക്കുകൾ ആദരിക്കുക. എന്താ നിങ്ങളുടെ വാക്കുകൾ ആദരിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ വാക്കുകൾ ആദരിക്കുക എന്ന് പറയുന്നത്, ഞാനിപ്പോ എന്റെ ടീമിനോട് ഞാൻ നോൺ വെജ് കഴിക്കില്ല എന്ന് പറഞ്ഞു. അത് മീറ്റിങ്ങിന്റെ സമയത്ത് ഒരു എക്സൈറ്റ്മെന്റില് അങ്ങനെ ഒരു ആവേശത്തിന് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോ ഞാൻ എന്തെങ്കിലും നോൺ വെജ് ആയിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസ് കഴിക്കുന്നത് എന്റെ ടീം ആരെങ്കിലും ഒരാൾ കണ്ടാൽ, അല്ലെങ്കിൽ ആരെങ്കിലും അത് കണ്ടു വന്നാൽ ഓട്ടോമാറ്റിക്കലി അവിടെ എന്തുണ്ടാവുക, ആ സാർ ഇതൊക്കെ ബിസിനസ്സിൽ വിരോധം മുഴക്കും, എന്നിട്ട് നമ്മുടെ കാണിക്കണം നോക്കി എന്നുള്ള രീതിക്ക് ഒരു ചിന്ത വരും അല്ലെ. ഓട്ടോമാറ്റിക് ബന്ധത്തിലുണ്ടാവും, ബന്ധങ്ങളിൽ വിള്ളൽ വരും. ഇനി 100% പ്രോഡക്റ്റ് യൂസ് എന്നൊക്കെ നമ്മൾ പറയാറുന്നില്ല. അപ്പൊ 100% പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾ അത് തന്നെ യൂസ് ചെയ്യാറുള്ളൂ, നിങ്ങളും അത് തന്നെ യൂസ് ചെയ്യണം എന്ന രീതിയിൽ നമ്മൾ എല്ലാവരോടും പറയുന്നുണ്ടാവാം. അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് നമ്മളിത് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ നമ്മുടെ വാക്കുകൾ ആദരിക്കണമെന്നല്ലേ. അപ്പൊ നമ്മുടെ വാക്കുകൾ നമ്മൾ ആദരിക്കാൻ നോക്കുക. അത് ബന്ധങ്ങളെ തഴച്ചു വളരാൻ സഹായിക്കും, വാക്കുകളെ ആദരിക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ എല്ലാ ഇടപാടുകളിലും സത്യസന്ധതയും സുതാര്യതയും നിലനിർത്തുക. സത്യസന്ധതയും സുതാര്യതയും നിലനിർത്തുമ്പോൾ അവർക്ക് യാതൊരു തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാവില്ല, ഡൗട്ടുകൾ ഇല്ലാതെ തന്നെ അവർ മുന്നോട്ട് പോകാൻ ശ്രമിക്കും. അപ്പോ ബന്ധങ്ങൾ നമുക്ക് കെട്ടിപ്പടുത്താൻ പറ്റും. അപ്പോ ആലോചിക്കേണ്ട കാര്യം, ഈ ഇൻഡസ്ട്രിയിൽ ബന്ധങ്ങൾക്ക് വളരെ സാധ്യത, ബന്ധങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ആ ബന്ധങ്ങൾ സൃഷ്ടിച്ചെടുക്കണമെങ്കിൽ നല്ല രീതിയിൽ പെരുമാറാനും നല്ല രീതിയിൽ ആളുകളോട് ഇടപഴകാനും എല്ലാവരോടും നന്ദിയുള്ളവനാകാനും ഒക്കെ നമുക്ക് പറ്റണം. അപ്പോ ഈഗോ ഇല്ലാതെ എല്ലാവരെയും ഒരു രീതിയിൽ, എല്ലാവരും ഒരു രീതിയിൽ തന്നെ കാണാനും അവരെ വളർത്തിയെടുക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നവരെ സൈനിങ് ഓഫ്, സുരാഗ്.